Good morning all. How are you? Okay. എല്ലാരും കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതൊക്കെ പഠിച്ചു വന്നിട്ടില്ലേ? വായിച്ചു നോക്കിയിട്ടില്ലേ? ഓക്കെ. നമ്മൾ എന്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്? വെരി ഗുഡ്. പ്ലാനിംഗ് ആണ് നമ്മൾ എടുത്തത് അല്ലേ? എന്താണ് എടുത്തത്? പ്ലാനിംഗ്. പ്ലാനിങ്ങിനെ കുറിച്ചിട്ട് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നിരുന്നു. എന്താണ് പ്ലാനിങ്? പ്ലാനിങ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് ആണ് അല്ലേ? അഡ്വാൻസ് ആയിട്ട് ഡിസൈഡ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ്. പിന്നെ എന്താണ് പറഞ്ഞത്? അതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. പിന്നെന്താ പറഞ്ഞത്? ഡിസിഷൻ മേക്കിംഗ് ആണ്. തിങ്കിങ് ബിഫോർ ഡൂയിങ് ആണ്. ചെയ്യുന്നതിനാട്ടി മുന്നേ നമ്മൾ ചിന്തിക്കുന്ന ഒരു പ്രോസസ് ആണ് എന്ത്? പ്ലാനിങ്. പിന്നെ എല്ലാ ഓർഗനൈസേഷനും ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷൻ ആണ് എന്ത്? പ്ലാനിങ്. പിന്നെ മാനേജ്മെന്റിന്റെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ ആണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇനി ഒന്നും കൂടി ഓർമ്മിക്കാൻ വേണ്ടിട്ട് പ്ലാനിങ്ങിന്റെ മീനിങ് ഒന്ന് എഴുതി തരാം. ഓക്കെ, ശ്രദ്ധിക്കട്ടോ. Planning is deciding in advance. What to do, when to do, how to do, and who to do. നമുക്കറിയാം ഈ മീനിങ് നല്ല ഓർമ്മിപ്പിക്കാൻ വേണ്ടി എഴുതാനും. പ്ലാനിങ് ഈസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ്. വാട്ട് ടു ഡു, വെൻ ടു ഡു, ഹൗ ടു ഡു ആൻഡ് ഹൂ ടു ഡു. ആര് എപ്പോൾ എങ്ങനെ ചെയ്യണമെന്ന്, എന്ത് ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്യുന്ന പ്രോസസ് ആണ് എന്ത്? പ്ലാനിങ്. അപ്പൊ ഇത് ഓക്കെ അല്ലേ? ഓക്കെ. ഇന്നലെ പറഞ്ഞത് കൊണ്ടാണ് ജസ്റ്റ് പറഞ്ഞു നിർത്തിയത് കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ ആണ്. ഡിസ്കഷൻ റെഡി അല്ലേ? ഓക്കെ. ഒന്നുമില്ല, ഞാൻ ക്വസ്റ്റ്യൻ തരും, അത് ചെയ്താൽ മതി. ഇപ്പൊ 2 ഗ്രൂപ്പുകളാണ്, എ ഗ്രൂപ്പ്, ബി ഗ്രൂപ്പ്. ഇതിലെ ലീഡർ നീതു, ഇതിലെ ലീഡർ വർഷ. ഓക്കെ. അപ്പൊ ഞാനൊരു ക്വസ്റ്റ്യൻ തരാം, അത് ഡിസ്കസ് ചെയ്തിട്ട് എഴുതട്ടാ. ഓക്കെ. അപ്പൊ ഇതാണ് നിങ്ങളെ ക്വസ്റ്റ്യൻ. ഡിസ്കസ് ചെയ്തിട്ട് എഴുതാട്ടോ. കഴിഞ്ഞു? ബി ഗ്രൂപ്പിന്റെ കഴിഞ്ഞു, എ ഗ്രൂപ്പിന്റെ കഴിഞ്ഞു. ബി ഗ്രൂപ്പിൽ ലീഡർ വായിക്കൂ. ഓക്കെ. പിന്നെ ഓക്കെ. ഇനി എ ഗ്രൂപ്പിലെ ലീഡർ വായിക്കൂ. ഓക്കെ. അപ്പൊ 2 ഗ്രൂപ്പും നന്നായി ചെയ്തു. 2 ഗ്രൂപ്പിലും ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അത് മിസ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തത് കേട്ടോ. അപ്പൊ നിങ്ങളെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? പ്ലാനിങ്ങിന്റെ പ്രോസസ് ആയിരുന്നു. അത് റീഅറേഞ്ച് ചെയ്യാനായിരുന്നു മിസ് തന്നിട്ടുണ്ടായിരുന്നത്. 2 ഗ്രൂപ്പിലും ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. കുഴപ്പമില്ല, എന്നാലും നന്നായി ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ആദ്യം ഇതിന്റെ പ്രോസസ് എഴുതാം. ഫസ്റ്റ് പ്രോസസ് എന്താ? സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്. എന്താണ്? സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്. നെക്സ്റ്റ് വൺ ഡെവലപ്പിംഗ് എന്താണ്? പ്രിമിസസ്. നെക്സ്റ്റ് വൺ ഐഡന്റിഫൈയിങ് alternatives. Next one evaluating alternatives. Next one selecting alternatives. Next one implementing അടിക്ക് കാണാനില്ല എല്ലാവർക്കും? ഓക്കെ. implementing plan. Next one follow up
എന്തൊക്കെ ചെയ്യാൻ പറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ഐഡന്റിഫൈ ചെയ്യാം. നെക്സ്റ്റ് വൺ ഇവാലുവേറ്റിംഗ് ആൾട്ടർനേറ്റീവ്. നമ്മൾ ഐഡന്റിഫൈ ചെയ്ത ആൾട്ടർനേറ്റീവ്സിനെ ഇവാലുവേറ്റ് ചെയ്യാം. ഇത് ഇംപ്ലിമെന്റ് ചെയ്താൽ ലോസ് ഉണ്ടാവോ പ്രോഫിറ്റ് ഉണ്ടാവോ എന്നൊക്കെ ഇവാലുവേറ്റ് ചെയ്യാം. നെക്സ്റ്റ് വൺ സെലക്ടിങ് ആൾട്ടർനേറ്റീവ്സ്. ലോസ് കുറഞ്ഞതും പ്രോഫിറ്റ് കൂടാൻ സാധ്യതയുള്ളതുമായ ആൾട്ടർനേറ്റീവ്സിനെ നമ്മൾ എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. നെക്സ്റ്റ് വൺ ഇംപ്ലിമെന്റിംഗ് ദി ആക്ഷൻ. ആൾട്ടർനേറ്റീവ്സ് സെലക്ട് ചെയ്താൽ ആക്ഷനിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യുക, പ്ലാനിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യുക. നെക്സ്റ്റ് വൺ ഫോളോ അപ്പ് ആക്ഷൻ. ഇതൊക്കെ ആക്ഷൻ ആയിട്ട് ഫോളോ അപ്പ് ചെയ്യുക. ഇതൊക്കെ നടക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. അതാണ് ഫോളോ അപ്പ് ആക്ഷൻ. ഫോളോ അപ്പ് ചെയ്യുക. അപ്പൊ ഇത്രയും പ്രോസസ് ആണ് പ്ലാനിങ്ങിനുള്ളത്. സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്. ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുക. ഡെവലപ്പിംഗ് പ്രിമിസസ്. പ്രിമിസസ് ഡെവലപ്പ് ചെയ്യുക. ഐഡന്റിഫൈങ് ഓൾട്ടർനേറ്റീവ്സ്. ഓൾട്ടർനേറ്റീവ്സ് ഏതൊക്കെയാണ് വേണ്ടതെന്ന് ഐഡന്റിഫൈ ചെയ്യുക. ആ ഐഡന്റിഫൈ ചെയ്ത ഓൾട്ടർനേറ്റീവ്സ് ഇവാലുവേറ്റ് ചെയ്യുക. പിന്നെ ഇവാലുവേറ്റ് ചെയ്തതിന് നല്ലത് സെലക്ട് ചെയ്യുക. പിന്നെ അതിനെ ഇംപ്ലിമെന്റ് ചെയ്യുക. പിന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഫോളോ അപ്പ് ആക്ഷൻ ആയിട്ട് വരും. അപ്പൊ ഇത്രയും പ്രോസസ് ആണ് പ്ലാനിങ്ങിനുള്ളത്. അപ്പൊ ഇത്രയും മനസ്സിലായില്ലേ? ഇനി പറയണോ? വേണ്ട അല്ലേ? ഓക്കെ. അപ്പൊ ഒരാളൊന്ന് പറഞ്ഞേ എന്താണ് പ്രോസസ് എന്ന്. ഒരാളൊന്ന് പറഞ്ഞേ എന്തായിരുന്നു നമ്മുടെ പ്ലാനിങ്ങിന്റെ പ്രോസസ്? ഫസ്റ്റ് പ്രോസസ് എന്താ പറയും? ഫസ്റ്റ് പ്രോസസ്. ഓക്കെ, വെരി ഗുഡ്. ലാസ്റ്റത്തെ പ്രോസസ് എന്തായിരുന്നു? ഇയാൾ പറയും. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ എല്ലാരും ശ്രദ്ധിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ ഓക്കെ. അപ്പൊ ഞാൻ ഇതിന്റെ ഒരു PPT കാണിച്ചു തരാം. അപ്പൊ ഒന്നും കൂടി നിങ്ങൾക്ക് ക്ലിയർ ആവും. അപ്പൊ ഒന്ന് കണ്ടു നോക്കൂ. Planning. Meaning of planning. Planning is a process of deciding in advance what to do, how to do, when to do and who to do. Planning എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അഡ്വാൻസ് ആയിട്ട് ഡിസൈഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എപ്പോൾ ചെയ്യണം, ആര് ചെയ്യണം എന്ന് അഡ്വാൻസ് ആയിട്ട് ഡിസൈഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പ്ലാനിങ് എന്ന് പറയുന്നത്. നമ്മൾക്കറിയാം പ്ലാനിങ് എന്നത് മാനേജ്മെന്റിന്റെ ആദ്യത്തെ ഫംഗ്ഷൻ ആണ്. അതാണ് ബേസിക് ഫംഗ്ഷൻ. നമ്മൾ ഈ പ്ലാനിങ്ങിനനുസരിച്ചിരിക്കും മറ്റുള്ള ഫംഗ്ഷനുകൾ വരുന്നത്. പ്ലാനിങ് ഇല്ലാതെ ഒരു സക്സസ്ഫുൾ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ കമ്പനി ഉണ്ടാവാൻ സാധ്യതയില്ല. പ്ലാനിങ് എന്നത് ഒരു സക്സസ്ഫുൾ എലമെന്റ് ആണ്. പ്ലാനിങ് process: setting objectives, developing premises, identifying alternatives, evaluating alternative, selecting an alternative, implementing the plan, follow up action. നമ്മൾ നെക്സ്റ്റ് നോക്കിയത് പ്ലാനിങ്ങിന്റെ പ്രോസസ് ആണ്. പ്ലാനിങ്ങിന് മെയിൻ ആയിട്ട് 7 പ്രോസസ് ആണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് വൺ സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ആണ്. എല്ലാ ഓർഗനൈസേഷനും ഓൾറെഡി ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടാവും. അത് ആദ്യം സെറ്റ് ചെയ്യണം. അതാണ് സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്. നെക്സ്റ്റ് ഡെവലപ്പിംഗ് പ്രിമിസസ്. അതായത് പ്ലാനിങ് എടുക്കുമ്പോൾ മാനേജേഴ്സ് എടുക്കേണ്ട അസംഷൻസിനെയാണ് നമ്മൾ പ്രിമിസസ് എന്ന് പറയുന്നത്. അത് ഡെവലപ്പ് ചെയ്യണം. നെക്സ്റ്റ് പറയുന്നത് ഐഡന്റിഫൈയിങ് ആൾട്ടർനേറ്റീവ്സ്. ആൾട്ടർനേറ്റീവ്സ് ഐഡന്റിഫൈ ചെയ്യുക. ഒരുപാട് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടാവും. അതൊക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. നെക്സ്റ്റ് ഇവാലുവേറ്റിംഗ് ആൾട്ടർനേറ്റീവ്സ്. നമ്മൾ ആൾട്ടർനേറ്റീവ്സ് എന്ത് ചെയ്യുക? ഐഡന്റിഫൈ ചെയ്തിട്ട് അത് ഇവാലുവേറ്റ് ചെയ്യുക. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. നെക്സ്റ്റ് സെലക്ടിങ് ആൻഡ് ഓൾട്ടർനേറ്റീവ്. അതായത് നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്തു, പിന്നെ അത് ഇവാലുവേറ്റ് ചെയ്തു, ഇനി അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്നതാണ് നെക്സ്റ്റ് പ്രോസസ്സ്. നെക്സ്റ്റ് വൺ ഇംപ്ലിമെന്റിങ് ദി പ്ലാൻ. പ്ലാന് ഇംപ്ലിമെന്റ് ചെയ്യുക. അത് ലാസ്റ്റ് പ്രോസസ് ഫോളോ അപ്പ് ആക്ഷൻ. ആക്ഷൻ
ഫോളോ അപ്പ് ചെയ്യാം. അപ്പൊ ഇത്രയും പ്രോസസ്സിലൂടെയാണ് പ്ലാനിങ് കടന്നു പോകുന്നത്. പ്ലാനിങ് പ്രോസസ്, സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്, ഡെവലപ്പിംഗ് പ്രിമിസസ്, ഐഡന്റിഫൈയിങ് ഓൾട്ടർനേറ്റീവ്സ്, ഇവാലുവേറ്റിംഗ് ആൾട്ടർനേറ്റീവ്, സെലക്ടിംഗ് ഓൾട്ടർനേറ്റീവ്, ഇംപ്ലിമെന്റിംഗ് ദി പ്ലാൻ, ഫോളോ അപ്പ് ആക്ഷൻ. സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്, ഇതാണ് പ്ലാനിംഗ് പ്രോസസ്സിലെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ്സ്. The first and foremost step in planning is getting objectives. Objective specify what the organization wants to attain. അതായത് എന്താണ് ഒരു ഓർഗനൈസേഷൻ അറ്റൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതാണ് ആ ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ്. നമുക്ക് ഒരുപാട് ഓർഗനൈസേഷൻ ഉണ്ടല്ലേ, ഡിഫറെന്റ് ടൈപ്പിലുള്ള ഓർഗനൈസേഷനും ഇൻസ്റ്റിറ്റ്യൂഷനും കമ്പനീസും ഒക്കെ ഉണ്ട്. അതിനൊക്കെ ഒരേ ഗോൾ ആവില്ല, ഒരുപാട് ഗോളുകൾ ഉണ്ടാവും, ഒരുപാട് ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും. അപ്പോൾ ഓരോ ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ് എന്താന്ന് ആദ്യം കൃത്യമായിട്ട് ക്ലിയർ ആയിട്ടും പറയണം, സ്റ്റേറ്റ് ചെയ്യണം. ഇപ്പോൾ ഓരോ യൂണിറ്റിനും ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഓരോ എംപ്ലോയീസിനും പല പല ഒബ്ജക്റ്റീവ് ഉണ്ട്. അതൊക്കെ ക്ലിയർ ആയിട്ട് സ്റ്റേറ്റ് ചെയ്യണം. മെയിൻ ആയിട്ട് ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ് ക്ലിയർ ആയിട്ട് സെറ്റ് ചെയ്യുന്ന പ്രോസസ്, അതാണ് ഈ സെറ്റിംഗ് ഒബ്ജക്റ്റീവ്. Developing premises. Planning premises refers to various assumptions made by the managers about the future for the preparation of plans. To make effective plans, it is a must that planning premises are based on systematic estimates and forecasting. അതായത് നമ്മൾ ഈ പോയിന്റിലൂടെ, ഈ പ്രോസസ്സിലൂടെ ഉദ്ദേശിക്കുന്നത് പ്രിമിസസ് ഡെവലപ്പ് ചെയ്യാം. എന്താണ് പ്രിമിസസ്? പ്ലാനിങ് ചെയ്യുമ്പോൾ കുറച്ച് അസംഷൻസ് മാനേജേഴ്സ് എടുക്കേണ്ടി വരും. ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് പ്ലാൻ ചെയ്യുമ്പോൾ മാനേജേഴ്സ് എടുക്കുന്ന അസംഷൻസിനെയാണ് നമ്മൾ പ്രിമിസസ് എന്ന് പറയുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം എന്താണ്? ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടി മാനേജേഴ്സോ മറ്റു ചിലരോ എടുക്കുന്ന അസംഷൻസിനെയാണ് നമ്മൾ പ്രിമിസസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ അസംഷൻസ്, അതായത് ആ പ്രിമിസസ് ഡെവലപ്പ് ചെയ്യുക എന്നാണ് ഈ പ്രോസസ്സിലൂടെ ഉദ്ദേശിക്കുന്നത്. ഒരു എഫക്റ്റീവ് പ്ലാനിങ്ങിന് വേണ്ടിയിട്ടാണ് പ്രിമിസസ് ഡെവലപ്പ് ചെയ്യുന്നത്. Identifying alternatives. After setting objectives and making assumptions, next step would be to act upon them. There are many ways to act upon, or there are alternative course of action. അതായത് നമ്മൾ ആദ്യം ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്തു, നെക്സ്റ്റ് പ്രിമിസസ് ഡെവലപ്പ് ചെയ്തു. മൂന്നാമത്തെ സ്റ്റെപ്പാണ് ഐഡന്റിഫൈയിങ് ഓൾട്ടർനേറ്റീവ്സ്. ഓൾട്ടർനേറ്റീവ്സ് ഐഡന്റിഫൈ ചെയ്യുക. ഒരുപാട് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടാവും, അത് ഐഡന്റിഫൈ ചെയ്യുക. അപ്പൊ എങ്ങനെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ കോഴ്സ് ഓഫ് ആക്ഷൻസ് എടുക്കണം, ഇതൊക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഒരു കാര്യം ചെയ്യാൻ പല മെത്തേഡ്സുകളും പല ആൾട്ടർനേറ്റീവ്സും ഉണ്ടാവും. അതിലെ ഏതൊക്കെയാണെന്ന് നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. അതാണ് ഈ പ്രോസസ്സിലൂടെ പറയുന്നത്, ഐഡന്റിഫൈയിങ് ഓൾട്ടർനേറ്റീവ്സ്. Evaluating alternatives. The next step is to weigh the pros and cons of each alternative. Positive and negative aspects of each alternative should be evaluated in terms of the objective to be achieved. അപ്പം നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ്, നമ്മൾ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്തു അല്ലേ. നെക്സ്റ്റ് പ്രിമിസസ് ഡെവലപ്പ് ചെയ്തു. നെക്സ്റ്റ് ഐഡന്റിഫൈയിങ് ഓൾട്ടർനേറ്റീവ്സ് ഐഡന്റിഫൈ ചെയ്തു. അതിന് ശേഷമുള്ള സ്റ്റെപ്പാണ് ഐഡന്റിഫൈ ചെയ്ത ഓൾട്ടർനേറ്റീവ്സിനെ ഇവാലുവേറ്റ് ചെയ്യണം. എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുക? കണ്ടെത്തിയ ആൾട്ടർനേറ്റീവ്സ് അത് റിസ്ക് കൂടുതലുണ്ടോ, പ്രോഫിറ്റ് ഉണ്ടാവുമോ, ലോസ് ഉണ്ടാവുമോ, നെഗറ്റീവ് ആയിട്ടാണോ പോസിറ്റീവ് ആയിട്ടാണോ ബാധിക്കുക, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. ഇവാലുവേറ്റ് ചെയ്യാതെ നമ്മളൊരു ഓൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്താൽ അത് എന്തുണ്ടാവും? ആ പ്ലാൻ എന്തുണ്ടാവും?
സക്സസ് ആവില്ല. അപ്പോൾ നമ്മൾ നെഗറ്റീവ് വശങ്ങളും പോസിറ്റീവ് വശങ്ങളും എത്ര റിസ്ക്കും പിന്നെന്ത് പ്രോഫിറ്റും ലോസും അതൊക്കെ കണക്കാക്കിയിട്ട് വേണം ഒരു ആൾട്ടർനേറ്റീവ് ഇവാലുവേറ്റ് ചെയ്യാൻ. അതാണ് ഇവാലുവേറ്റിംഗ് ആൾട്ടർനേറ്റീവ്സ്. Selecting an alternative. Selecting the best course of action is the real point of decision making. The one to be selected should be the most feasible, profitable and with least negative consequences. അതായത് നമ്മൾ ആദ്യം ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്തു, പിന്നെ പ്രിമിസസ് ഡെവലപ്പ് ചെയ്തു, പിന്നെ ആൾട്ടർനേറ്റീവ്സ് ഐഡന്റിഫൈ ചെയ്തു, നെക്സ്റ്റ് നമ്മൾ ആൾട്ടർനേറ്റീവ്സ് ഇവാലുവേറ്റ് ചെയ്തു, അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ ആൾട്ടർനേറ്റീവ്സ് സെലക്ട് ചെയ്തു. എന്തിൻ്റെ ബേസിലാണ് നമ്മൾ സെലക്ട് ചെയ്യുക? നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ പറഞ്ഞു റിസ്ക് കൂടുതലുള്ളതും പ്രോഫിറ്റ് ഉണ്ടോ ലോസ് ഉണ്ടോ നെഗറ്റീവായിട്ട് ബാധിക്കുമോ പോസിറ്റീവായിട്ട് ബാധിക്കുമോ എന്നൊക്കെ നമ്മൾ ഇതിൻ്റെ മുന്നത്തെ സ്റ്റെപ്പിലൂടെ പറഞ്ഞു. ഈ സ്റ്റെപ്പിൽ നമ്മൾ മെറിറ്റ് കൂടുതലുള്ള ഡിമെറിറ്റ് കുറവുള്ള ബെസ്റ്റ് ആൾട്ടർനേറ്റീവ്സിനെ നമ്മൾ സെലക്ട് ചെയ്യുക. ഇത് ഒരു ആൾട്ടർനേറ്റീവിൻ്റെ സെലക്ടിങ് പ്രോസസ്സാണ്. നല്ല ആൾട്ടർനേറ്റീവ്സ് ബെസ്റ്റ് ആൾട്ടർനേറ്റീവ്സ് സെലക്ട് ചെയ്യുക എന്നാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. സെലക്ടിങ് ആൻ ആൾട്ടർനേറ്റീവ് ഫീസിബിൾ ആയിട്ടുള്ള മോസ്റ്റ് ഫീസിബിൾ ആയിട്ടുള്ള പ്രൊഫിറ്റബിൾ ആയിട്ടുള്ള ലീസ്റ്റ് നെഗറ്റീവ് ആയിട്ടുള്ളതിനെ നമ്മൾ സെലക്ട് ചെയ്യണം. അതാണ് സെലക്ടിങ് ആൻ ആൾട്ടർനേറ്റീവ്. Implementing the plan. This step involves putting the plan into action. Example, doing what is required. അതായത് നമ്മളെ ഒരു ഇംപ്ലിമെൻറ്റിംഗ് എന്നുള്ള ദി പ്ലാൻ എന്നുള്ള പ്രോസസ്സ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്തു, പിന്നെ പ്രിമിസസ് ഡെവലപ്പ് ചെയ്തു, പിന്നെ ആൾട്ടർനേറ്റീവ്സ് ഐഡൻറ്റിഫൈ ചെയ്തു, പിന്നെ ആൾട്ടർനേറ്റീവ്സ് ഇവാലുവേറ്റ് ചെയ്തു, പിന്നെ നമ്മൾ ആൾട്ടർനേറ്റീവ്സ് എന്ത് ചെയ്തു സെലക്ട് ചെയ്തു. അതിന് ശേഷമുള്ള സ്റ്റെപ്പാണ് പ്രോസസ്സാണ് ഇംപ്ലിമെൻറ്റിംഗ് ദി പ്ലാൻ. എല്ലാതും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാതും ഇവാലുവേറ്റ് ചെയ്ത് ബെസ്റ്റ് നോക്കി ഏറ്റവും നല്ല ഇത് നോക്കി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്ലാന് ആക്ഷനിലേക്ക് കൊണ്ടുവരുന്ന പ്രോസസ്സാണ് ഈ ഇംപ്ലിമെൻറ്റിംഗ് ദ പ്ലാൻ. പ്ലാന് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. എന്താണ് ചെയ്യേണ്ടതൊക്കെ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അത് പ്ലാനിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ആക്ഷനിലേക്ക് പ്ലാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇംപ്ലിമെൻറ്റിംഗ് ദി പ്ലാൻ. ഫോളോ അപ്പ് ആക്ഷൻ. To see whether plans are being implemented and activities performed, monitoring the plans is equally important. This will help in detecting shortcomings and taking remedial measures well in advance. അതായത് ഫോളോ അപ്പ് ആക്ഷൻ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്തു, പ്രിമിസസ് ഡെവലപ്പ് ചെയ്തു, ആൾട്ടർനേറ്റീവ്സ് ഐഡൻറ്റിഫൈ ചെയ്തു, ആൾട്ടർനേറ്റീവ്സ് ഇവാലുവേറ്റ് ചെയ്തു, നെക്സ്റ്റ് നമ്മൾ ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്തു, അത് പ്ലാനിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്തു. അതിന് ശേഷമുള്ള അവസാനത്തെ പ്ലാനിങ് പ്രോസസ്സാണ് ഫോളോ അപ്പ് ആക്ഷൻ. അതായത് നമ്മൾ പ്ലാൻ അനുസരിച്ച് ഓർഗനൈസേഷൻ്റെ കാര്യങ്ങൾ ചെയ്തു. ഇനി പ്ലാൻ അനുസരിച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഫോളോ അപ്പ് ആക്ഷൻ. ആക്ഷൻ നന്നായി നടക്കുന്നുണ്ടോ, എങ്ങനെ നടക്കുന്നു, അതിന് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ മെഷേഴ്സ് എടുക്കണം എന്നൊക്കെ ചെയ്യുന്ന പ്രോസസ്സാണ് ഫോളോ അപ്പ് ആക്ഷൻ. അതായത് പ്ലാൻ അനുസരിച്ച് ഓർഗനൈസേഷൻ്റെ കാര്യങ്ങൾ ചെയ്തു, ബെസ്റ്റ് സെലക്ട് ചെയ്തിട്ട് പ്ലാൻ അനുസരിച്ചിട്ട് ഓർഗനൈസേഷൻ്റെ കാര്യങ്ങൾ ചെയ്തു, പ്ലാൻ അനുസരിച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ടോ, എങ്ങനെ നടക്കുന്നു എന്നൊക്കെ ഫോളോ ചെയ്യുന്ന പ്രോസസ്സാണ് ഫോളോ അപ്പ് ആക്ഷൻ. ആക്ഷനെ ഫോളോ ചെയ്യുക, അതാണ് ലാസ്റ്റത്തെ പ്രോസസ്സ് ഫോളോ അപ്പ് ആക്ഷൻ. അപ്പൊ PPT കണ്ടപ്പോ നമുക്ക് ഒന്നുകൂടി മനസ്സിലായിണ്ടാവും അല്ലേ?
അപ്പൊ നമുക്ക് ഇവിടെ നിർത്താം. അപ്പൊ നാളേക്ക് നമുക്കൊരു വർക്ക് ഉണ്ട്. ഇതൊരു ചാർട്ടില് നമ്മൾ ഈ പ്ലാനിങ്ങിന്റെ പ്രോസസ്സ് ഒരു ചാർട്ടില് എഴുതി വരാം കേട്ടോ. അപ്പൊ ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ടോപ്പിക് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. താങ്ക് യു.